ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ ട്രാൻസാക്ഷൻ സൈക്കിളാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ടൈപ്പ് എന്തായിരുന്നു? സെയിൽസ് സൈക്കിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പർച്ചേസിങ് ആൻഡ് എക്സ്പെൻഡിച്ചർ സൈക്കിൾ. നമ്മൾ ഇപ്പം സെയിൽ ചെയ്യുമ്പോൾ നടക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ നോക്കി. ഇനി നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളൊരു സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണോടാ? ഇൻവെൻട്രി വേണം. ഇൻവെൻട്രി വേണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻവെൻട്രി പർച്ചേസ് ചെയ്യണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ പർച്ചേസ് പോലത്തെ കാര്യങ്ങൾ ചെയ്ത് അതിനെ ഒരു ഇൻവെൻട്രി ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് ഇല്ലേ? അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കില്ലേ അവർക്ക്, അതുവരെയുള്ള കാര്യങ്ങൾ, ആ ഒരു പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ ഇതിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലാണ് പർച്ചേസിങ് ആൻഡ് എക്സ്പെൻഡിച്ചർ സൈക്കിൾ. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടുന്നാണ് വരുന്നത്? നമുക്ക് സെയിൽസ് ഓർഡർ കിട്ടുമ്പോൾ സെയിൽസ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ പർച്ചേസ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കും ആദ്യം. ഓക്കെ, നമുക്ക് സാധനം വേണം എന്നുള്ള രീതിയിൽ. ആ പർച്ചേസ് റിക്വസ്റ്റ് എപ്പോഴാണോ പോകുന്നത് ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ആൻഡ് എക്സ്പെൻഡിച്ചർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? സ്റ്റാർട്ടിങ് കിട്ടി. ഇനി ഇത് എവിടെയാണ് എൻഡ് ആവുന്നത്? നമുക്ക് നോക്കാം. പേയ്മെന്റ് ടു വെൻഡർ. സെയിൽസ് സൈക്കിളുമായിട്ട് കണക്ട് ചെയ്ത് സെയിൽസ് സൈക്കിള് നമ്മൾ ക്യാഷ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? എൻഡ് ആവും. ഇവിടെ എന്താണ്? പർച്ചേസ് ചെയ്ത സാധനത്തിന്റെ പൈസ കൊടുക്കുമ്പോൾ, പേയ്മെന്റ് കൊടുക്കുമ്പോൾ എന്താവും? എൻഡ് ആവും. ഓക്കെ അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് ഇതിനകത്തുള്ള ഓരോ സ്റ്റെപ്സും നോക്കാം. അതിനു മുമ്പ് എന്തിനാണ് ഈ സൈക്കിൾ നോക്കുന്നത്? പർച്ചേസിങ് ആൻഡ് എക്സ്പെൻഡിച്ചർ സൈക്കിൾ നോക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ബൈ റൈറ്റ് ഗുഡ്സ് ഓർ സർവീസ്. നമുക്ക് വേണ്ട ഗുഡ്സ് ആണോ സർവീസ് ആണോ നമ്മൾ വാങ്ങിയത് എന്ന് നമുക്ക് ഉറപ്പാക്കാം. അതാണ് നമ്മളെ ഗോള് വരുന്നത്. അതേപോലെ ക്വാളിറ്റി ഉള്ളതാണോ, അതേപോലെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞത്, ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാണോ നമ്മൾ വാങ്ങിയ, ഏറ്റവും നല്ല വെൻഡർ ആണോ, അതേപോലെ കറക്റ്റ് ടൈംലി വാങ്ങിയിട്ടുണ്ടോ, ഇതൊക്കെ പ്രോപ്പർലി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പർച്ചേസിങ് ആൻഡ് എക്സ്പെൻഡിച്ചർ സൈക്കിൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ ഐഡിയ കിട്ടി. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇതിനകത്ത് ഈ ഒരു പർച്ചേസിങ് ആൻഡ് എക്സ്പെൻഡിച്ചർ സൈക്കിളിൽ എന്താണ് ASന്റെ റോള്? നമ്മൾ നേരത്തെ സെയിൽസ് സൈക്കിളിൽ പറഞ്ഞതുപോലെ ഇവിടെയും ഉണ്ട്. നമുക്ക് നോക്കാം. ട്രാക്ക് പർച്ചേസസ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് വേണ്ടടാ. കറക്റ്റായിട്ട് പർച്ചേസസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AS യൂസ് ചെയ്യാം. എവിടെ? പർച്ചേസ് ആൻഡ് എക്സ്പെൻഡിച്ചർ സൈക്കിളിൽ. ഓക്കെ, മെയിൻറ്റെയിൻ വെൻഡർ റെക്കോർഡ്സ്. നമ്മൾ എന്താണ്? ആളുകളിൽ നിന്ന് വാങ്ങുവാണ് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുവാണ് ചെയ്യുന്നത്. നമുക്ക് തരുന്ന വെൻഡർ നല്ലതാണോ, അവരുടെ റെക്കോർഡ്സ് കാര്യങ്ങൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്, ആരുടെയൊക്കെ വാങ്ങാൻ നമുക്ക് പറ്റും എന്നുള്ള ഡേറ്റ ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ വെൻഡേഴ്സിൻ്റെയൊക്കെ ഡേറ്റ അല്ലെങ്കിൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. AS ഉണ്ടെങ്കിൽ മാത്രം, നല്ല രീതിയിൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിലാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇൻവെൻട്രി ഇല്ലാതെ വരുമ്പോഴല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെൻട്രി പ്രോപ്പർലി മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി എന്താ? ട്രാക്ക് അക്കൗണ്ട് പേയബിൾ ആൻഡ് പേയ്മെന്റ്സ്. നമുക്കിനി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പെൻഡിങ് ഉണ്ടോ, അക്കൗണ്ട്സ് പേയബിൾ എന്തെങ്കിലും കിടപ്പുണ്ടോ, അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് പ്രോപ്പർലി പേയ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അക്കൗണ്ട്സ് പേയബിളിലുള്ളത് നമ്മൾ പേയ്മെന്റ്സ് കൊടുക്കും. ആ പേയ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ സെയിൽസിൽ കളക്ഷൻസ് ട്രാക്ക് ചെയ്യും, ഇവിടെ പേയ്മെന്റ് ട്രാക്ക് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഫോർകാസ്റ്റ് പർച്ചേസ് നീഡ്സ് ആൻഡ് ക്യാഷ് ഫ്ലോ. എടാ, നമുക്കിപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം എത്ര പർച്ചേസ് വരുന്നു എന്ന് നമുക്ക് പഴയ ഡേറ്റ വെച്ച് നോക്കാൻ വേണ്ടി പറ്റും. അത് വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിലേക്കുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാം. പർച്ചേസ് എത്ര വേണമെന്ന് ഏകദേശം നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാഷ് നമ്മളിൽ നിന്നും ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട്, ക്യാഷ് പേയ്മെന്റ് അല്ലേ നമ്മൾ പർച്ചേസിൽ കൊടുക്കുന്നത്. സോ നമുക്ക് ഏകദേശം എത്ര ഔട്ട്ഫ്ലോ വരും എന്നൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഇത് ഫ്ലോ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് പർച്ചേസ് റിക്വസിഷൻ. നമുക്ക് നല്ല നല്ല കമ്പനീസ്, ഓട്ടോമേറ്റഡ് AS ഉള്ള കമ്പനീസിലൊക്കെ നമ്മളെ ഇൻവെൻട്രി അല്ലെങ്കിൽ നമ്മളെ സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ താഴേക്ക് പോകുമ്പോൾ അവരൊരു ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഡേഞ്ചർ ലെവൽ. അതായത് ഇപ്പം നമുക്ക് മിനിമം ഒരു 1000 യൂണിറ്റ് എപ്പോഴും നമ്മളെ ഇൻവെൻട്രിയിൽ ഉണ്ടാവണം, സ്റ്റോക്കിൽ ഉണ്ടാവണം. അപ്പം 1000 താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 1000 ഞാനൊരു ഡെമോ പറഞ്ഞതാണ്. 1000 താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പർച്ചേസ് റിക്വസിഷൻ നടക്കും, പർച്ചേസിന് റിക്വസ്റ്റ് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ പോയി ചെക്ക് ചെയ്യണമെന്നില്ല. ഓട്ടോമേറ്റഡ് AS ഉള്ള കമ്പനീസിലൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പർച്ചേസ് റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ഈ റിക്വസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് ആർക്കാണ് അറിയാൻ പറ്റുന്നത്? വെയർ ഹൗസിലുള്ളവർക്കേ അറിയാൻ പറ്റൂ എന്ത് ഇൻവെന്ററി ഉണ്ടോ ഇല്ല എന്നുള്ളത്. സോ മെറ്റീരിയൽസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് വെയർ ഹൗസിലുള്ളവർക്കേ അറിയാൻ പറ്റൂ. സോ വെയർ ഹൗസിലുള്ളവർ എന്ത് ചെയ്യണോടാ? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവെന്ററി കുറവാണെന്ന് മനസ്സിലാക്കിയാൽ ഈ റിക്വസ്റ്റ് എങ്ങോട്ടേക്ക് കൊടുക്കണം?
പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണം. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുന്നത്. സോ വെയർ ഹൗസിൽ നിന്നും എങ്ങോട്ടേക്ക് എത്തി? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എത്തി. ഇനി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? പർച്ചേസ് ഓർഡർ കൊടുക്കണം. ആർക്ക്? വെൻഡറിന്. പർച്ചേസ് ചെയ്യേണ്ട സാധനത്തിന്റെ ലിസ്റ്റ് ഓർഡർ എന്ത് ചെയ്യണം? വെൻഡറിന് കൊടുക്കണം. എന്ത് ചെയ്യണം? റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ഗെറ്റ്സ് PO info. ഇനി ഈ പർച്ചേസിംഗ് ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ സാധനം വരുന്നത് എങ്ങോട്ടേക്കാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കല്ല, ഇത് വരുന്നത് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സോ എന്ത് ചെയ്യണം? എത്ര ക്വാണ്ടിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും പറയരുത്. വിത്തൗട്ട് ക്വാണ്ടിറ്റി എന്താണ് ഞാൻ പറഞ്ഞുതരാം. വിത്തൗട്ട് ക്വാണ്ടിറ്റി കാര്യങ്ങൾ വെച്ചിട്ട് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണോടാ? ഈ പർച്ചേസ് ഓർഡർ കൊടുക്കണം. അതായത് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഓർഡർ PO നമ്മൾ കൊടുക്കും, പക്ഷേ അവിടെ ക്വാണ്ടിറ്റി കൊടുക്കില്ല. എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കൊടുക്കില്ല. കാരണം നമ്മൾ പറഞ്ഞേക്കുന്ന ക്വാണ്ടിറ്റി തന്നെ തിരിച്ചു വന്നോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മളായിരിക്കും. അപ്പൊ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇത് കൗണ്ട് ചെയ്യും, എത്ര ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യും. എന്നിട്ട് ആരെ റിപ്പോർട്ട് ചെയ്യും? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തതും വന്നതും സെയിം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ചെക്ക് ചെയ്യില്ല, അവർക്ക് ക്വാണ്ടിറ്റി കാര്യങ്ങൾ കൊടുക്കാറില്ല നോർമലി. ഓക്കെ, ഇനി ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവിംഗ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ കൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ആര് സെറ്റ് ചെയ്യും? ഈ ഒരു റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് റിസീവിംഗ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഒരു ഫിസിക്കൽ കൗണ്ട് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇൻവെന്ററിയെ കൂട്ടും, അക്കൗണ്ട്സ് പേയബിൾ കൂട്ടും, ഇതേപോലത്തെ ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ കൂട്ടും. കാരണം സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെന്ററി കൂടി. ഓക്കെ, അതേപോലെ പൈസ കൊടുത്തിട്ടില്ല, കടത്തിലാണ് വാങ്ങിയത്, സ്വാഭാവികമായിട്ടും നമുക്ക് പേബിൾസ് കൂടും. അത് രണ്ടും അതേപോലത്തെ ഏതൊക്കെ അക്കൗണ്ട്സിൽ കണക്ട് ചെയ്യും അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വെൻഡർ ഇൻവോയിസ് മാച്ച്ഡ് വിത്ത് PO പ്ലസ് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് റിസീവിംഗ് റിപ്പോർട്ട്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു PO ആര് ക്രിയേറ്റ് ചെയ്തതാ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി വെൻഡർ എന്ത് ചെയ്യും? ഇവിടെ നമുക്കൊരു ബില്ല് തരില്ലേ? നമ്മൾ എന്തൊക്കെയാ വാങ്ങിയത്, എന്തൊക്കെയാണ് അതിലുള്ളത്, അതിന്റെ കൗണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഈ ബില്ലിനെയാണ് വെൻഡർ ഇൻവോയ്സ് എന്ന് നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം. അതേപോലെ ഞാൻ പറഞ്ഞു റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് സെറ്റ് ചെയ്യും? റിസീവിംഗ് റിപ്പോർട്ട് സെറ്റ് ചെയ്യും. അവർക്ക് അറിയില്ല നമ്മൾ എത്ര കൗണ്ടാ ഓർഡർ ചെയ്തേക്കുന്നതെന്ന്, അവരെണ്ണി നോക്കിയിട്ട് റിസീവിംഗ് റിപ്പോർട്ട് നോക്കും. ഇനി ഇത് മൂന്നും കൂടെ നോക്കും. നമ്മൾ ഓർഡർ കൊടുത്തത് 100 എണ്ണം, റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയത് 70 എണ്ണം, വെൻഡർ അടിച്ചു കൊടുത്തേക്കുന്ന ബില്ല് 100 എണ്ണം. അങ്ങനെയാണെങ്കിൽ അത് സെയിം ആയോ? ഇല്ല, സെയിം ആയിട്ടില്ല. അപ്പം അത് ഓക്കെ ആണോ, നമ്മൾ പറഞ്ഞേക്കുന്ന ഗുഡ്സ് ആണോ നമുക്ക് കിട്ടിയേക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ 3 വേയിൽ നമ്മൾ ചെക്ക് ചെയ്യും. PO ചെക്ക് ചെയ്യും, വെൻഡറിന്റെ കയ്യിൽ നിന്ന് ഇൻവോയ്സ് ചെക്ക് ചെയ്യും, അതേപോലെ നമുക്ക് കിട്ടിയതിന്റെ റിപ്പോർട്ട് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റും ചെക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പം ഇതിലെല്ലാം സെയിം ആയാൽ, ഇവിടെ ഇപ്പം ഇതും 100 കഴിഞ്ഞാൽ മാത്രമേ ഓക്കെ ആവുള്ളൂ, ട്രാൻസാക്ഷൻ പ്രോപ്പർ ആണെന്ന് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്, ആരോ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മൂന്നും ചെക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി എന്ത് ചെയ്യും? ഡിഫറൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്പൻസി റിപ്പോർട്ട് നടത്തും. അതായത് ആ ഡിഫറൻസ് വെച്ചിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കും. ഏത് തമ്മിലാണ് ഡിഫറൻസ് വന്നേക്കുന്നത്? പർച്ചേസും ഇൻവോയ്സും തമ്മിലാണോ, അതോ പർച്ചേസും റിസീവിംഗ് തമ്മിലാണോ, ഏതിലാണ് നമുക്ക് റിപ്പോർട്ട് നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫറൻസ് ഏതിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഡിഫറൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മാറ്റി വെക്കാനാണോ? അല്ല, അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഇൻവോയ്സ് കാര്യങ്ങൾ നമ്മൾ AP അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിളിലേക്ക് എന്ത് ചെയ്യണം? എൻട്രി ചെയ്യണം. അക്കൗണ്ട്സ് പേയബിൾ അപ്ഡേറ്റ് ചെയ്യണം. പ്രോപ്പർലി ഇൻവോയ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ അപ്ഡേറ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യും? പേയ്മെന്റ് ബൈ ചെക്ക് ആണോ, അതോ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണോ, ക്യാഷ് ആണോ, എങ്ങനെയാണോ പേയ്മെന്റ് പോകുന്നത് അത് തീരുമാനിക്കും. അത് കൊടുക്കും. പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കുവോ? പേയ്മെന്റ് കൊടുക്കുമ്പോൾ നിൽക്കും, ബട്ട് അക്കൗണ്ട്സ് കൂടി അപ്ഡേറ്റ് ചെയ്യണം. പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് പേയബിൾ ഇനി ഒന്നുമില്ല, പേയ്മെന്റ് കൊടുത്തു. സോ അക്കൗണ്ട്സ് പേയബിൾ കൊടുക്കുക. ക്യാഷും നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും, ക്യാഷും കുറയ്ക്കുക. ഓക്കെ, ഇതേപോലത്തെ ലെഡ്ജർ അക്കൗണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കേണ്ട കൺട്രോൾസ് കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കാം. അതേപോലെ ഇൻപുട്സ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ: റിസീവിംഗ് ക്ലർക്ക് കാനോട്ട് സീ ക്വാണ്ടിറ്റി ഓർഡർ. ഞാൻ പറഞ്ഞു റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ക്ലർക്കിന് എത്രയാണോ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറയാൻ പാടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ തട്ടിപ്പ് നടത്താടാ. കറക്റ്റ് വന്നു എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ 100 എണ്ണമാണോ 500 ആണോ ഓർഡർ ചെയ്തത് 100 ആണോ എന്ന് അവർക്ക് അറിയില്ല. സോ അവർക്ക് അറിയാമെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്തേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വന്നില്ലെങ്കിൽ പോലും വന്നു എന്നുള്ള രീതിയിൽ കാണിക്കാം. അതെന്താ അവർക്ക് ഭ്രാന്താണോ? അങ്ങനെ ചിന്തിക്കാം. അല്ലടാ, ഇവർക്ക് ഈ ഒരു വെൻഡറുമായിട്ട് ടൈപ്പ് വെക്കാം.
ഓക്കെ, വെണ്ടറുമായിട്ട് ടൈപ്പ് വെക്കാം, എന്നിട്ട് വന്നില്ലെങ്കിൽ പോലും പ്രോപ്പർലി കൗണ്ട് കാണിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ഫ്രോഡ്, ആ ഒരു തട്ടിപ്പ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കാത്തത്, റിസീവിംഗ് ക്ലർക്കിലേക്ക് നമ്മൾ എത്രയാണ് ഓർഡർ ചെയ്തതെന്നുള്ള ക്വാണ്ടിറ്റി പറയാത്തത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി 3-way മാച്ച് ഞാൻ പറഞ്ഞതുപോലെ POയും ഇൻവോയ്സും റിസീവിംഗ് റിപ്പോർട്ടും തമ്മിൽ നമ്മൾ 3-way മാച്ച് ചെയ്ത് നോക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ഇൻവോയ്സ് ഡിറ്റക്ഷൻ, എന്തെങ്കിലും ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓൾറെഡി വാങ്ങിയ സാധനം വീണ്ടും അടിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മൾ നോക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പർച്ചേസ് ചെയ്യുമ്പോൾ. ഇനി എന്ത് ചെയ്യണം, വലിയ വലിയ സർവീസ് പേയ്മെന്റ്സ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർവീസ് പേയ്മെന്റ്സ് പോകുന്നതിന് മുമ്പ് അപ്രൂവൽ വാങ്ങണം. ഓക്കെ, പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് അപ്രൂവൽ വാങ്ങിയിട്ട് മാത്രം എന്ത് ചെയ്യുക, പേയ്മെന്റ് കൊടുക്കുക. എന്തിനാണ്, ഓവർ ക്യാഷ് കാര്യങ്ങൾ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ, തട്ടിപ്പ് നടക്കാതിരിക്കാൻ, ഫ്രോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഇൻപുട്ട് ഉണ്ട്. ഇൻപുട്ട് എല്ലാത്തിലും സെയിം ആണ്. നിങ്ങൾ നോക്കുക, ഡെസ്ക്ടോപ്പ്, ബാർകോഡ് സ്കാനർ എന്ത് വെച്ചിട്ടാണ്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ഇൻപുട്ട് ഡിവൈസസ് കാര്യങ്ങൾ എപ്പോഴും സെയിം ആയിരിക്കും. നോർമലി യൂസ് ചെയ്യുന്ന എല്ലായിടത്തും ഇത് കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ, റിപ്പീറ്റേഷൻ ആണ്, ഞാൻ പറയുന്നില്ല. ഔട്ട്പുട്ട്, ഇനി ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ചെക്ക് അല്ലെങ്കിൽ പേയ്മെന്റ് അഡ്വൈസ് ഓർ പേയ്മെന്റ് രജിസ്റ്റർ. എന്താടാ, നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന എന്ത് വെച്ചിട്ടാണ്, ചെക്ക് വെച്ചിട്ടായിരിക്കും. പേയ്മെന്റ് അഡ്വൈസോ അല്ലെങ്കിൽ പേയ്മെന്റ് രജിസ്റ്ററോ കാര്യങ്ങളോ നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഇത്ര പേയ്മെന്റ് പോയിട്ടെന്നുള്ള രീതിയിൽ. ഇനി എന്താ, ക്യാഷ് റിക്വയർമെന്റ് ഫോർകാസ്റ്റ്, നമുക്ക് ക്യാഷ് ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പൈസ കൊടുക്കാനായിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്ക്രിപ്പൻസി റിപ്പോർട്ട്, ഞാൻ പറഞ്ഞു അത് തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ടായിട്ട് കിട്ടും. പിന്നെന്താ, ഫ്യൂച്ചർ ക്യാഷ് പേയ്മെന്റ് പ്രഡിക്ഷൻ ഫ്രം അൺപെയ്ഡ് ഇൻവോയ്സസ് ആൻഡ് POs. ഓക്കെ, നമുക്കിനി ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് കിടപ്പുണ്ടോ, പേബിൾസ് വന്നത് കൊടുക്കാനായിട്ടുണ്ടോ, POയിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, നമ്മൾ ഓർഡർ ചെയ്തതോ അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ബില്ലോ എന്തെങ്കിലും പേയ്മെന്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂടാ, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നോക്കാനായിട്ട് പറ്റും. ഓക്കെ, എക്സാമ്പിൾ, സ്റ്റോർ റിക്വസ്റ്റ് 100 യൂണിറ്റ്, നമ്മൾ 100 യൂണിറ്റ് റിക്വസ്റ്റ് ചെയ്തു, നമ്മൾ PO സെൻഡ് ചെയ്തു, നമുക്ക് 95 കിട്ടിയുള്ളൂ കൗണ്ട് ചെയ്തപ്പോഴത്തേക്കും. ഇൻവോയ്സ് പറയുന്നു 100 ഉണ്ടെന്ന്. അതായത് നമ്മൾ 100 PO വെച്ചിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റിക്വസ്റ്റ് കൊടുത്തു. എത്ര എണ്ണോ കൊടുത്തതെന്ന് ആർക്കറിയില്ല, റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് അറിയില്ല. ഇവര് ഇൻവോയ്സ് അടിച്ചത് 100 തന്നു എന്നുള്ള രീതിയിൽ ബില്ലടിച്ചു. പക്ഷേ നമ്മളെ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയത് എത്ര, 95 എണ്ണം. ഈ 5 എണ്ണം എന്താണ്, ഈ ഒരു വെണ്ടർ തട്ടിപ്പ് നടത്തിയതാണ്, അല്ലെങ്കിൽ വെണ്ടർ വിട്ടുപോയതാവാം. അപ്പൊ അതെന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അത് സോർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ, ഇതാണ് പർച്ചേസിംഗ് ആൻഡ് എക്സ്പെൻഡിച്ചർ സൈക്കിൾ വരുന്നത്. നമുക്കിനി അടുത്തത് പ്രൊഡക്ഷൻ സൈക്കിൾ പോലത്തെ സൈക്കിൾസ് ആണ്, ഇനിയും പഠിക്കാനുണ്ട് സൈക്കിൾസ്. ഈ ഒരു സൈക്കിൾസ് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ യൂണിറ്റ് കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രൊഡക്ഷൻ സൈക്കിൾ വെച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.